Hello dear children, welcome to Kids Area Online, Class 5, Social Science, സാമൂഹ്യ ശാസ്ത്രം എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത്. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും വൈകിട്ട് 1 അവർ ലൈവ് ക്ലാസ് ആണ് ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അഡ്മിഷൻ എടുക്കാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം 9746487799. ഒന്നാമത്തെ ചോദ്യം, The sketch of her home and surroundings prepared by Tanima, including as a part of a classroom activity, is given below. Observe the sketch and answer the following question. ഇപ്പോൾ തനിമ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റിയാണ്. ആ ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്കത് കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ട്രീ ഈസ് ഇൻ ദ പോണ്ട് ലൊക്കേറ്റഡ്? ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ദിശകൾ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. നോർത്ത് ഇവിടെ വരുന്നത് ഈസ്റ്റ് ആണ്. ഇവിടെ വരിക ഈസ്റ്റ് ആണ്. നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ട്രീ ഈസ് ദ പോണ്ട് ലൊക്കേറ്റഡ്? മരത്തിന്റെ ഏത് ദിശയിലാണ് പോണ്ട്? മരത്തിന്റെ ഏത് ദിശയിലാണ്? സൗത്ത്. സൗത്ത് ആണ് ആൻസർ. സൗത്ത്, തെക്ക്, തെക്ക് ഭാഗത്ത്. രണ്ടാമത്, വാട്ട് ഈസ് സീൻ അറ്റ് ദ സദേൺ പാർട്ട് ഓഫ് ദ റെയിൽവേ ലൈൻ? റെയിൽവേ ലൈനിന്റെ സദേൺ പാർട്ടിൽ തെക്ക് ഭാഗത്ത് എന്താണ് കാണുന്നത്? റിവർ. റിവർ ആണ് കാണുന്നത്. സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ എയർപോർട്ട് ഈസ് ദ റെയിൽവേ ലൈൻ? വിമാനത്താവളത്തിന്റെ ഏത് ദിശയിലാണ് റെയിൽവേ ലൈൻ? വിമാനത്താവളത്തിന്റെ ഈസ്റ്റ്, കിഴക്ക് ദിശയിലാണ്. കിഴക്ക് ദിശയിലാണ് റെയിൽവേ ലൈൻ. വാട്ട് ഈസ് സീൻ അറ്റ് ദ നോർത്ത് ഡയറക്ഷൻ ഓഫ് ദ ഹൗസ്? ഹൗസിന്റെ നോർത്ത് ഡയറക്ഷനിൽ എന്താണ് കാണുന്നത്? എയർപോർട്ട്, വിമാനത്താവളം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ബി ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിംബൽ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് സ്റ്റേറ്റ് ബൗണ്ടറീസ് ഇൻ ദ മാപ്സ്? സ്റ്റേറ്റ് ബൗണ്ടറീസ് കാണിക്കുന്നത് ഇതിൽ ഏത് ലൈൻ ആണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ് ബൗണ്ടറീസ് വരുന്നത് ഡോട്ട് ടു ഡോട്ട് ലൈൻസ് ആയിരിക്കും. എ ആണ് ശരി ഉത്തരം. രണ്ടാമത്തതിൽ എ ചോദ്യം. ഇപ്പൊ ടീച്ചർ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകാം. വലിയ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ. ഇതിനുശേഷം ടീച്ചർ അത് ചെയ്തയക്കാം കേട്ടോ. ഇൻ എ ക്ലാസ് റൂം ഡിസ്കഷൻ on the advantages of different modes of transport, what are the advantages of water transport and road transport that you would present? List them. Water transport ne road transport ne advantages എന്തൊക്കെയെന്നാണ് എഴുതാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ട്രാൻസ്പോർട്ട് ഇന്റർനാഷണൽ ട്രേഡിന്, വ്യാവസായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം റോഡ് ട്രാൻസ്പോർട്ടിന് പല സ്ഥലങ്ങളിൽ, ഈ ട്രാൻസ്പോർട്ട് പല സ്ഥലങ്ങളിൽ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് റോഡ് ട്രാൻസ്പോർട്ട് അത്യാവശ്യമാണ്. റോഡ് ട്രാൻസ്പോർട്ട് ഒത്തിരി ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോകാൻ കഴിയും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് റോഡ് ട്രാൻസ്പോർട്ടിന് ഉണ്ട്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ അഡ്വാൻറ്റേജ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. എയർ ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജ് താഴെ പറയുന്നതിൽ ഏതാണ്? ശരി ഉത്തരം ഫാസ്റ്റസ്റ്റ് ആണ്. എയർ അല്ലേ, അപ്പോൾ ഏറ്റവും വേഗത്തിൽ പോകുന്നത് ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് എയർ ട്രാൻസ്പോർട്ട്. അതിലുള്ള അടുത്ത ഒരു ഇത് വരുന്നത് ബി ക്വസ്റ്റ്യൻ. എ ഓർ ബി എഴുതിയാൽ മതി. ബി ക്വസ്റ്റ്യൻ, എയർ പൊല്യൂഷൻ, ട്രാഫിക് കൺട്രോൾ ഇൻ ഡൽഹി, മേജർ ആക്സിഡന്റ്, മെനി ഇൻഷ്വേർഡ്. ഇതൊരു ഹെഡ്ലൈൻസ് ആണ്. ഹാവ് യു ഒബ്സർവ് ദ ഹെഡ്ലൈൻസ് അബൌട്ട് ദ എഫക്ട്സ് ഓഫ് ട്രാഫിക് കൺജഷൻ? വാട്ട് അതർ എഫക്ട്സ് ക്യാൻ ബി കോസ്ഡ് ബൈ ട്രാഫിക് കൺജഷൻ? ലിസ്റ്റ് ദം. ട്രാഫിക് കൺജഷനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ് എനി 2 സജഷൻസ് ടു അവോയ്ഡ് ദ എഫക്ട് ഓഫ് ട്രാഫിക് കൺജഷൻ. ട്രാഫിക് കൺജഷൻ എഫക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 സജഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ബി ക്വസ്റ്റ്യൻ. മൂന്നാമത്തത്, സ്റ്റഡി ദ മാപ്പ് ആൻഡ് പ്രിപ്പയർ ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് എനി സ്റ്റേറ്റ് ബേസ്ഡ് ഓൺ ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ കാർഡ് ഉണ്ടാക്കുക, ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുക. അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സിൽ വരുന്നത് നെയിം ഓഫ് ദ സ്റ്റേറ്റ് എഴുതണം,
ക്യാപിറ്റൽ എഴുതണം, നെയ്ബറിംഗ് സ്റ്റേറ്റ് എഴുതണം, നെയ്ബറിംഗ് കൺട്രി എഴുതണം. ഇപ്പോൾ നമ്മളുടെ നെയിം ഓഫ് ദ സ്റ്റേറ്റ് കേരള എന്ന് എഴുതുവാണെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ക്യാപിറ്റൽ തിരുവനന്തപുരം. നെയ്ബറിംഗ് സ്റ്റേറ്റ്, കേരളത്തിൻ്റെ നെയ്ബറിംഗ് സ്റ്റേറ്റ് വരുന്നത് തമിഴ്നാട് വരുന്നുണ്ട്, കർണാടക വരുന്നുണ്ട്. നെയ്ബറിംഗ് കൺട്രി ഇല്ല, ഇല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കുക. ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് തയ്യാറാക്കിയാൽ മതി. ബി ചോദ്യം, ദ യൂണിയൻ ടെറിട്ടറി ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ ടിപ്പ് ഓഫ് ഇന്ത്യ. സദേണിലുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? മാഹിയാണ്. മാഹി കേരളത്തിൽ അറിയാലോ, മാഹിയാണ്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ക്ലോത്തിനെ കുറിച്ചാണ്, ഹ്യൂമൻ ക്ലോത്തിങ്. Prepare the necessary information for presenting the seminar on topics of changes in human clothing and cloth production from ancient to modern times. പ്രാചീന കാലം മുതൽ ഇപ്പോഴുള്ള യുഗം വരെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റങ്ങൾ, വസ്ത്രത്തിൻ്റെ പ്രൊഡക്ഷനിലായാലും അത് വസ്ത്ര നിർമ്മാണത്തിലായാലും വസ്ത്രധാരണ രീതിയിലായാലും വന്ന മാറ്റങ്ങൾ ചേർത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. 5A, democracy is not only system of government but also a way of life. Find and write down the statement that follow democratics from the following. ഇതിൽ my opinion is considered when making decision at home. അത് നമുക്ക് ഡെമോക്രാറ്റിക് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. I observe rules while I play games. അത് പറ്റിയതാണ്. I considered the comfort of myself and my family while traveling public transport. അതെഴുതാം. Teachers decide the study tools. അതില്ല. Public transport is be kept clean. അത് നമുക്ക് എഴുതാം. My preferences are not considered when cooking food at home. No. I follow traffic rules. ഈ 5 കാര്യങ്ങൾ നമുക്ക് ഡെമോക്രാറ്റിക് അതിൽ വരുന്നതാണ്, സിസ്റ്റത്തിൽ എഴുതാവുന്ന സെന്റൻസുകളാണ്. Which country has a democratic system of government? Australia. Okay. 5B നോക്കാം. Prepare placards to be used in a rally organized by the Social Science Club to create awareness among the public on the features of democracy. Placard തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. Which of the given pictures is related to the practices of democracy? പിക്ചേഴ്സ് ക്ലിയർ അല്ല, നോക്കി ടീച്ചർ ആൻസർ പറയാട്ടോ. ഇതിന്റെ ഒബ്സർവ് ദ പിക്ചർ. ഇതിൽ ഹൗ വിൽ യു റെസ്പോണ്ട് വെൻ യു നോട്ടീസ് സച്ച് സിറ്റുവേഷൻസ്? എങ്ങനെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യും? പ്രിപ്പയർ എ വാർണിംഗ് ബോർഡ് ടു എൻഷുർ വാട്ടർ കൺസർവേഷൻ ഇൻ ദ സ്കൂൾ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. നമുക്ക് വാർണിംഗ് ബോർഡ് എന്തൊക്കെ വയ്ക്കാം? സേവ് വാട്ടർ, സേവ് ലൈഫ്, അത് വയ്ക്കാം. ഡു നോട്ട് പൊല്യൂട്ട് അവർ വാട്ടർ സോഴ്സസ്. ഇതുപോലെയൊക്കെയുള്ള ബോർഡ് നമുക്ക് വയ്ക്കാൻ കഴിയും. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഫ്ലോ ഈസ്റ്റ്വേർഡ്സ് ഫ്രം കേരള? ഏതൊക്കെയാണ്? കബനി, ഭവാനി, പമ്പാർ. ബി ആണ് ശരി. കബനി, ഭവാനി, പമ്പാർ ആണ് ശരി ഉത്തരം. ബി ഓപ്ഷൻ ആണ് ശരി. ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.